റീത്തയെ ആട്ടിയിറക്കി അലീന. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ സ്റ്റാലിനാണെങ്കിൽ അലീനയോട് പറയുന്നുണ്ട് തൻ്റെ ജീവിതത്തിൽ താൻ ഏറ്റവും വലിയ ചെയ്ത തെറ്റ് ഈ സ്ത്രീയെ കൂടെ കൂട്ടിയതാണ്. ഈ സ്ത്രീ എന്ന് പറയുന്നത് കുടിലതയും ദുഷ്ടതയും ആരുടെയും സന്തോഷവും നന്മയും ഒന്നും ആഗ്രഹിക്കാത്ത ഒരു വൃത്തികെട്ട സ്ത്രീയാണെന്ന് സ്റ്റാലിൻ തുറന്നു പറയുകയാണ്. അതായത് മോളെ, അവൾ കാരണമാണ് ഞാനും എൻ്റെ ഭാര്യയും ഇപ്പോൾ രണ്ടായിട്ട് ജീവിക്കുന്നത് എന്ന് പറയുന്നു. തൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ വലിയൊരു വിള്ളലുണ്ടാക്കിയത് അവൾ ഒറ്റൊരുത്തിയാണ് എന്നും അലീനയ്ക്ക് മുൻപിൽ വ്യക്തമാക്കുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീനയ്ക്കാണെങ്കിൽ തൻ്റെ പപ്പയുടെ അവസ്ഥ വളരെയധികം സങ്കടം വരുത്തുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ പപ്പയോട് വീണ്ടും ചോദിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് പപ്പയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ എന്നോട് പറയണ്ട. എന്താണ് കാരണം? നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ആ സ്ത്രീ ഉണ്ടാക്കി വെച്ചത് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ മോളെ, തങ്ങളും തൻ്റെ ഭാര്യയും മക്കളും സന്തോഷത്തോടെ പോവുകയായിരുന്നു. ഒരു ദിവസം ഈ സ്ത്രീ പുറത്തു നിന്ന്, അതായത് ഈ സ്ത്രീ വെളിനാട്ടിലായിരുന്നെന്നും ഒടുവിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് തിരികെ വന്നതിനെ തുടർന്ന് ഈ സ്ത്രീക്കാണെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും സംസാരിക്കുന്നത് പോലും, സ്നേഹത്തോടെ ഒന്ന് വിളിക്കുന്നത് പോലും ഇഷ്ടമല്ലായിരുന്നു എന്ന് പറയുന്നു. ഒടുവിൽ ഞങ്ങളുടെ ഇടയിലേക്ക് കയറി ഞങ്ങളെ ചെറിയ ചെറിയ തെറ്റുകൾ വലുതാക്കി കാണിച്ച് രണ്ടുപേരുടെയും മനസ്സിൽ വിഷം കുത്തിവെച്ച് ഒടുവിൽ ഈ സ്ത്രീയുടെ കെണിയിൽ എൻ്റെ ഭാര്യ വീണു. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടായത് എന്ന് പറയുന്നു. അപ്പോൾ വെറുതെ അല്ലല്ലേ പപ്പ മക്കളൊന്നും ഇവിടേക്ക് വരാത്തത് എന്ന് ചോദിക്കുമ്പോൾ, വരാത്തതല്ല മോളെ, വിടാത്തതാണ് എന്ന് പറയുന്നു. എൻ്റെ ഭാര്യയ്ക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിലും ഈ സ്ത്രീ അതിന് വലിയ തടസ്സം നിൽക്കും. വിടില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. എന്തിനാണ് പപ്പ ഈ സ്ത്രീ പപ്പയോട് ഇത്രയധികം ദേഷ്യം കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, എനിക്കറിയില്ല മോളെ, ആരുടെയും സന്തോഷം ആരും ആഗ്രഹിക്കില്ലല്ലോ എന്ന് പറഞ്ഞു വെക്കുകയാണ് സ്റ്റാലി. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീനയാണെങ്കിൽ സ്റ്റാലിൻ്റെ ജീവിതത്തിൽ വലിയ കാരണം ഈ സ്ത്രീയാണെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ഈ സ്ത്രീയെ ഇനിയും പൊളിച്ചില്ലെങ്കിൽ ശരിയാകില്ല എന്ന് അലീന മനസ്സിലാക്കുന്നു. ആ സമയമാണെങ്കിൽ അലീനയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ പുള്ളിക്കാരനോട്, കാര്യസ്ഥനോടൊക്കെ നിരവധി കാര്യങ്ങൾ ഈ ചേച്ചിയെപ്പറ്റി ചോദിക്കുന്നത് കാണാൻ കഴിയും. അവർക്കറിയുന്നതെല്ലാം തുറന്നു പറയുന്നതും കാണാൻ സാധിക്കും. ഒടുവിൽ കണക്ക് കൂട്ടലുകളൊക്കെ കൂട്ടി അലീന ഇരിക്കുകയാണ് എന്ന് കാണാം. അതായത് റീത്തയാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, നിന്നെ ഞാൻ എന്തായാലും ഓടിക്കൂടി എന്ന്. അതുകൊണ്ട് തന്നെ കണക്കൂട്ടലൊക്കെ പിടിച്ച് തന്നെയാണ് അലീന ഇരിക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും പ്രേക്ഷകരെ. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ റീത്ത രണ്ടാമത് വരികയാണ് എന്ന് കാണാം. വീണ്ടും സ്റ്റാലിനുമായിട്ട് പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണ് റീത്ത. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീനയാണെങ്കിൽ റീത്തയോട് പറയുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ ആവശ്യമില്ലാതെ ഇങ്ങനെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? നിങ്ങൾ ചെയ്ത തെറ്റുകൾ നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കിക്കൂടെ എന്ന് അലീന ചോദിക്കുമ്പോൾ റീത്തയ്ക്ക് അതത്ര ഇഷ്ടാവുന്നില്ല. നീ ആരടി എന്നെ പഠിപ്പിക്കാനായിട്ട്?
ഞാൻ സംസാരിക്കുന്നത് എൻ്റെ പെങ്ങളുടെ ഭർത്താവിനോടാണ് എന്ന് പറയുമ്പോൾ, നിങ്ങളുടെ പെങ്ങളുടെ ഭർത്താവ് എൻ്റെ അച്ഛനാണ്, എൻ്റെ പപ്പയാണ് എന്ന് അലീന റീത്തയുടെ മുഖത്ത് നോക്കി പറയുന്നു. മര്യാദയ്ക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ എൻ്റെ പപ്പയുടെ സഹോദരങ്ങളെയും ആളുടെ ഭാര്യയെയും ഇവിടെ കൊണ്ട് താമസിപ്പിക്കാൻ അനുവദിച്ചോളൂ. അല്ലെങ്കിൽ ഈ സ്വത്തുകളൊക്കെ പപ്പ എൻ്റെ പേരിൽ എഴുതി വയ്ക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന ആ സമയം റീത്ത എന്ത് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് തന്നെ സ്റ്റാലിൻ്റെ ഭാര്യയെയും മക്കളെയും സ്റ്റാലിൻ്റെ ബംഗ്ലാവിൽ കൊണ്ടാക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. നിരവധി തവണ സ്റ്റാലിൻ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം അലീന ഒരു വാക്കുകൊണ്ട് നടത്തിയെടുക്കുന്നത് കൊണ്ട് സ്റ്റാലിൻ ഞെട്ടി നിൽക്കുകയാണ്. പ്രേക്ഷകരെ, കൂട്ടുകാരെ, അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കാനും